സതീശൻ തന്നെ രാജാവ്. എല്ലാ പ്രതിബന്ധങ്ങളെയും തകർത്തെറിഞ്ഞുകൊണ്ട് UDFന്റെ ആര്യാടൻ ഷൗക്കത്തിന്റെ കുതിച്ചു കയറ്റം കേരളത്തിൽ അക്ഷരാർത്ഥത്തിൽ CPM-നെ ഞെട്ടിച്ചു കളഞ്ഞു. തീരാത്ത വാദപ്രതിവാദങ്ങളിൽ അവകാശവാദങ്ങളെ ശക്തിയുക്തം ഉയർത്തിപ്പിടിച്ച LDF മുന്നണിയുടെ തകർച്ച തീർത്തും സർക്കാരിനെതിരെയുള്ള തിരിച്ചടികൾ തന്നെയാണ്. ഭരണവിരുദ്ധ വികാരം. അൻവർ UDF-നെതിരെ തൊടുത്തുവിട്ട വെല്ലുവിളികളെയും പ്രതിപക്ഷ നേതാവും UDF ചെയർമാനുമായ VD സതീശനെ ലക്ഷ്യമിട്ട് പറഞ്ഞ ആരോപണങ്ങളെയും ഒക്കെ നിലംപരിശാക്കുന്ന ഒരു റിസൾട്ടാണ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ ഇപ്പോൾ തെളിഞ്ഞു വന്നിരിക്കുന്നത്. അന്ന് പിന്നീട് അൻവർ ഒരുപാട് മോഹിച്ച് ജയം സ്വയം ഏറ്റെടുത്ത് തനിക്ക് വനം വകുപ്പും ആഭ്യന്തര വകുപ്പും വേണമെന്നും പ്രതിപക്ഷ സ്ഥാനത്ത് നിന്ന് VD സതീശനെ നീക്കണമെന്ന ആവശ്യവുമൊക്കെയായി വരികയായിരുന്നു. അതും വെറും ജലരേഖ മാത്രമായി കണ്ട് UDF നേതാക്കൾ ഒറ്റക്കെട്ടായി അതിനെ തള്ളിക്കളഞ്ഞു. സത്യത്തിൽ VD സതീശൻ എടുത്ത ശക്തിയുക്ത നിലപാട് അത് ശരിയായിരുന്നു എന്നതാണ് ഇപ്പോൾ തെളിയുന്നത്. തുടക്കത്തിൽ ചാഞ്ഞും ചെരിഞ്ഞും കൊള്ളാനും തള്ളാനും മനസ്സില്ലാതെയുള്ള നിലപാടുകളിലേക്ക് ചർച്ചകൾ വന്നപ്പോഴും അവസാന നിമിഷം അന്തിമ തീരുമാനം കൈക്കൊള്ളുകയായിരുന്നു VD സതീശൻ. ഇനി അൻവറുമായി ഒരു ചർച്ചയുമില്ല. ഈ തെരഞ്ഞെടുപ്പിൽ അൻവർ UDF-ൽ വേണ്ട. കേരള രാഷ്ട്രീയത്തിൽ ഏറ്റവും ശക്തമായ ഒരു തീരുമാനമായി ഇത് മാറിയെന്ന് മാത്രമല്ല, നാളെ ചരിത്രത്താളുകളിൽ തങ്കലിപികളാൽ VD സതീശന്റെ ഈ വാക്കുകൾ രേഖപ്പെടുത്തുക തന്നെ ചെയ്യും. അഹങ്കാരിയെന്നും തൻപോരുമയുള്ള നേതാവെന്നും സതീശനെ പറയുമ്പോഴും ഒരു മുന്നണിയുടെ അധികാരം കൈയാളുന്ന സ്ഥാനത്തിരിക്കുന്ന നേതാവ് എന്ന നിലയിൽ അദ്ദേഹം സ്വീകരിക്കേണ്ട നിലപാടുകൾ തന്നെയാണ് സതീശൻ സ്വീകരിച്ചത്. അതിൽ ഇത്തരം പരാമർശങ്ങൾ സ്വാഭാവികം മാത്രം. അതിനെ അദ്ദേഹം ആ നിലയിൽ തന്നെ തള്ളിക്കളയുകയായിരുന്നു. നിലമ്പൂരിൽ തിരഞ്ഞെടുപ്പിന്റെ തീ കത്തി ആളി പടർന്നപ്പോൾ സതീശൻ പറഞ്ഞത് ജയിച്ചാൽ UDF-ന്റെ ഒറ്റക്കെട്ടായ വിജയം എന്നും തോറ്റാൽ അത് എന്റെ മാത്രം ഉത്തരവാദിത്വം എന്നുമാണ്. ആ വാക്കുകളിലെ നിർഭയത്വം, അങ്ങനെ പറയാനുള്ള ആർജവം VD സതീശൻ ഉണ്ടായത് UDF-ന്റെ ഒറ്റക്കെട്ടായ ഐക്യമാണ്. ഘടകകക്ഷി നേതാക്കളും കോൺഗ്രസിന്റെ മുഴുവൻ നേതാക്കളും യുവ നേതൃനിരയും ഈ പോരാട്ടത്തിൽ ഒരു അക്ഷഹിണി പടയെ നയിക്കുന്ന ആർജവത്തോടെ മുൻനിരയിൽ നിന്ന് കുതിച്ചു കയറി. അതിന്റെ ഫലമാണ് നിലമ്പൂരിൽ തെളിഞ്ഞത്. പ്രചാരണ വേളയിൽ ഒരു 14 വയസ്സുകാരൻ പന്നിക്കണിയിൽപ്പെട്ട് മരണപ്പെട്ടതിൽ UDF-ന്റെ ആസൂത്രണ മരണമെന്ന് പറയുകയും മരണത്തെ രാഷ്ട്രീയവൽക്കരിക്കുകയും ചെയ്തുവെന്നാണ് വനമന്ത്രി അടക്കം പറഞ്ഞത്. അതിനെ LDF നേതാക്കൾ പിന്താങ്ങുന്ന കാഴ്ചയും നിലമ്പൂരിൽ കണ്ടു. പിന്നീട് വർഗീയ ശക്തികളെ കൂട്ടുപിടിച്ച് UDF-നെ ആക്രമിക്കാൻ CPM നേതാക്കൾ തൊടുത്ത അസ്ത്രങ്ങളൊക്കെയും തകർന്നടിയുന്ന കാഴ്ചയും നമ്മൾ അവിടെ കണ്ടു. ഇത് സതീശനെ സംബന്ധിച്ചിടത്തോളം പാർട്ടിയിൽ തൻ്റെ സ്ഥാനം അരക്കിട്ടുറപ്പിക്കുകയാണ്. പൊതുവെ വിചാരിക്കുന്നത് പോലെ കോൺഗ്രസ് നയിക്കുന്ന UDF അടുത്ത അസംബ്ലി തെരഞ്ഞെടുപ്പിൽ വിജയം കാണുകയാണെങ്കിൽ മുഖ്യമന്ത്രി പദത്തിന് സതീശനല്ലാതെ മറ്റൊരു നേതാവിനെ പാർട്ടിക്കും മുന്നണിക്കും മുന്നോട്ട് വെക്കാൻ ഇല്ല എന്നത് തന്നെയാണ് കാണുന്നത്. തന്റെ നേതാവ് രാഹുൽ ഗാന്ധിയെ അവഹേളിക്കുകയും തന്റെ പാർട്ടി അംഗീകരിച്ച സ്ഥാനാർത്ഥിയെ പൊതുജന മധ്യത്തിൽ അധിക്ഷേപിക്കുകയും ചെയ്ത അവസരത്തിൽ തന്നെ അൻവർ UDF-ലേക്ക് വേണ്ട എന്ന കടുത്ത നിലപാടാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ സ്വീകരിച്ചത്. സ്വന്തം പാർട്ടിക്കാരും ഘടകകക്ഷികളും പലരും ഇത് മുറുമുറുപ്പോടെയാണ് നോക്കിക്കണ്ടത്. എങ്കിലും സതീശൻ കടുകിട വ്യതിചലിക്കാതെ തന്റെ നിലപാട് തിരുത്താൻ വിസമ്മതിച്ചപ്പോൾ പാർട്ടിയും ഘടകകക്ഷികളും സതീശൻ ലൈൻ അംഗീകരിക്കുകയായിരുന്നു. ഇന്ന് വൻപിച്ച ഭൂരിപക്ഷത്തിൽ ആര്യാടൻ വിജയിച്ചതോടുകൂടി സതീശൻ മറ്റൊരു തലത്തിലേക്ക് ഉയർന്നിരിക്കുകയുമാണ്. ഒരൊറ്റയാൻ എന്ന നിലയിലല്ല, മറിച്ച് സതീശന്റെ വാക്കുകൾ തന്നെ കടമെടുത്താൽ ഇത് ടീം UDF-ന്റെ വിജയം തന്നെയാണ്. ഇതുതന്നെ ജയത്തിന്റെ വേളയിലും പാർട്ടിയെയും ഘടകകക്ഷികളെയും ഒരുമിച്ച് നിർത്തുക, അതുവഴി കേരള രാഷ്ട്രീയത്തിലെ തന്റെ പ്രമാണിത്വത്തെ അടിവരയിടുക കൂടിയാണ് സതീശൻ ചെയ്തത്. ഇനി സതീശനെ തളയ്ക്കുക എന്നത് സാധ്യമല്ലാത്ത കാര്യമാണ്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ ചാനൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ സബ്സ്ക്രൈബ് ബട്ടണിലെ ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത്.